ഓൾറെഡി നമ്മൾ സിദ്ധമർമ്മ ചികിത്സ അനുസരിച്ച് നമ്മൾ കശേരുക്കളോ നട്ടല്ലേ അത് ഭാഗത്തുള്ള നീര് ഉള്ളൂ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സർവാംഗ ഒഴിച്ചിലാണെങ്കിൽ സർവാംഗ ഒഴിച്ചിലെടുക്കും. അതല്ല ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് മർമ്മ കിഴികൾ, മാംസവാസ്തി, സന്ധി, ഞരമ്പ് സംബന്ധമായ നീർക്കെട്ടും വേദനയും മാറാനുള്ള മർമ്മ കിഴിയിലൂടെ അത് പരിഹരിക്കുന്നു. ഹലോ, നമസ്കാരം. കേരള കോളിങ്ങിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നതിനിടയിൽ വെയിലും മഴയും ഒക്കെ കൊണ്ട് നമ്മൾ പുറത്താണല്ലോ കൂടുതൽ. ശാരീരിക അസ്വസ്ഥതകൾ കൂടുമ്പോൾ ശരീരത്തിനെ ശരിയാക്കി പാകപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. 5-6 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 7ാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരീരത്തിനെ നമ്മളൊന്ന് പാകപ്പെടുത്തിയെടുക്കണം ഇടയ്ക്കിടയ്ക്ക്. അത് അത്യാവശ്യമായിട്ടുള്ള കാരണം ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് സമ്പത്ത്. അപ്പോൾ നമ്മളത് പ്രധാനമായിട്ടും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷം ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞാൻ പോകാൻ ഇറങ്ങുകയാണ്. തോർത്ത് എണ്ണയുടെ മണമുള്ള തോർത്ത് വെക്കാൻ നമ്മൾ കയ്യിലെടുത്തിട്ട് വേണം പോകേണ്ടത്. ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. 7ാമത്തെ ദിവസം ഇന്നും കൂടെ പോയി ഒന്ന് തിരുമ്മി ഉടച്ച് ചൂട് പിടിച്ച് ശരീരമൊക്കെ നേരെയാക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ. അവിടെ വില്ലയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. വണ്ടി ഓടിക്കലും വീഡിയോ എടുക്കലും കൂടെ ഒരുമിച്ച് സാധിക്കാത്തത് കൊണ്ട് തൽക്കാലം അതിന് മുതിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തൂടെ പോവുകയാണ്. കിഴക്കേക്കോട്ടയിൽ വെട്ടിമുറിച്ച് കോട്ട എന്ന് പറയുന്ന കോട്ടയാണ് ഇത്. ഇതിനകത്തോട്ട് നമ്മൾ കയറി വേണം പേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്താൻ. ഇതെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളാണ്. ഇവിടെ പഴയ ചില ബിൽഡിങ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. വലത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൊട്ടാരമായിട്ട് തോന്നുന്ന ചില സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊട്ടാരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട, അതായത് രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ചില ബിൽഡിങ്സ് ആണ് ഈ കാണുന്നത്. ഒരു വാക്സ് മ്യൂസിയം നമുക്ക് കാണാം. സുനിൽ വാക്സ് മ്യൂസിയം ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അതും പഴയൊരു പ്രതാപമുള്ളൊരു കെട്ടിടത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വലത് സൈഡിൽ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള രാജ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളാണ്. ഇനി നമ്മൾ വളഞ്ഞു തിരിഞ്ഞ് നേരെ അങ്ങ് പേട്ടയിലെത്തും. പ്രകാശ് വൈദ്യൻ്റെ വീട്ടിൽ ചില പക്ഷി ലതാദികളില്ല, പക്ഷികളുണ്ട്. ഒരാൾ എത്തി നോക്കുന്നു, മുട്ടയിട്ടിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പോൾ അദ്ദേഹം എത്തി നോക്കുന്നു. വേറെ 2 പേരുണ്ടോ? ഓ ശരി. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് എത്തി വരികയാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ തല പൊക്കിയാൽ നമുക്കൊന്ന് കാണാമായിരുന്നു നന്നായിട്ട്. ഇത് ഭയങ്കര ബഹളമായിരുന്നു നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ പോകുമ്പോൾ വീണ്ടും ബഹളം വയ്ക്കുമായിരിക്കും. പ്രകാശ് വൈദ്യൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ കസേരയാണ്. പ്രകാശ് വൈദ്യൻ ഇരിക്കുന്ന ചെറിയ കസേരയാണ്. രഞ്ജിത്തേട്ട ബോഡിയിൽ ഇപ്പോഴും ഓൾറെഡി അസ്ഥിയിലും സന്ധിയിലും നീർക്കെട്ടാണ്. അത് വിയർപ്പ് താങ്ങി നമ്മുടെ ശരീരം ഓൾറെഡി വിയർപ്പ് ഉപ്പുരസമാണ്. അപ്പോഴങ്ങനെ ശരീരത്തിൽ അസ്ഥിയിലും സന്ധിയിലും നീര് കെട്ടി ആ നീര് സംബന്ധമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദനയാണ്. അതിൽ നേരെ നരമ്പിലേക്ക് ഇറങ്ങുകയും അത് ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി ചേട്ടനുള്ളത്. അതുമാത്രമല്ല നട്ടലിൽ കശേരുകൾക്ക് ചെറിയ നീർക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നീർക്കെട്ടുമായി സംബന്ധിച്ച് ഉള്ള വേദനയുമായിരുന്നു ചേട്ടൻ ഓൾറെഡി ഉണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ സിദ്ധമർമ്മ ചികിത്സ അനുസരിച്ച് നമ്മൾ കശേരുക്കളോ നട്ടല്ലേ അത് ഭാഗത്തുള്ള നീര് ഉള്ളൂ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സർവാംഗ ഒഴിച്ചിലാണെങ്കിൽ സർവാംഗ ഒഴിച്ചിലെടുക്കും. അതല്ല ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അത്തരത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് മർമ്മ കിഴികൾ, മാംസവാസ്തി, സന്ധി, ഞരമ്പ് സംബന്ധമായ നീർക്കെട്ടും വേദനയും മാറാനുള്ള മർമ്മ കിഴിയിലൂടെ അത് പരിഹരിക്കുന്നു. ഒപ്പം തിരുമ്മും. ഇത് പ്രധാനമായിട്ട് നമുക്ക് ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ത്രിദോഷ കോപങ്ങൾ എന്നാണ് നമുക്ക് സിദ്ധവൈദ്യ ആയുർവേദമൊക്കെ പറയുന്നത്. അപ്പോൾ ത്രിദോഷ കോപങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യത്യാസം അനുസരിച്ചാണ് നമുക്ക് ബോഡിയിൽ പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് പിന്നെ പ്രായാധിക്യമാകുമ്പോൾ രോഗങ്ങളുടെ വ്യാപനം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഓൾറെഡി വാതപ്പിത്ത ശേഷം അത് കഫക്കുറി, ഇത് 3
മനുഷ്യ ശരീരത്തിൽ ഓൾറെഡി ഉണ്ട്. നമ്മളിപ്പോ എത്ര വയസ്സാകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം? നമ്മുടെ ശാസ്ത്രം പറയുവാണെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന മുതൽ നമ്മൾ രോഗാവസ്ഥയിൽ തന്നെയെന്നാണ് ശാസ്ത്രം. ആ ജനനത്തിന് ശേഷം ഉണ്ടാകുന്ന നമ്മുടെ ശരീരക്കുറനുസരിച്ച് പ്രകൃതിയിൽ 7 വിധത്തിലാണുള്ളത്. വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി, ഇങ്ങനെ സമദോഷ പ്രകൃതി. ഇങ്ങനെ പ്രകൃതി ദോഷങ്ങളുടെ സിദ്ധാന്തം അനുസരിച്ചാണ് രോഗം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ജീവിതചര്യ, നമ്മുടെ നിത്യജീവിതത്തിലെ യഥാർത്ഥത്തിൽ ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പരിപാലിക്കേണ്ടതാണ്. അതാണ് യഥാർത്ഥ ഔഷധം. സിദ്ധവൈദ്യം പറയുന്നത് 90% പഥ്യവും നിത്യജീവിതത്തിലെ പഥ്യവും 10% ഔഷധവും ചികിത്സയും ഉള്ളൂ എന്നാണ് ശാസ്ത്രം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ ജീവിതചര്യ നമ്മൾ അസുഖങ്ങൾ ഉണ്ടാക്കും. ജീവിതചര്യയാണ് നമ്മുടെ രോഗത്തെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ടും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും പച്ചവെള്ളത്തിൽ കുളിക്കുകയും പച്ചവെള്ളം കുടിക്കുകയും AC ഉപയോഗിക്കുകയും തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും അതുപോലെ തന്നെ കാറ്റ് കൊള്ളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗത്തെ മൂർച്ഛിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ഈ ചികിത്സയുടെ ഒരു പ്രധാന ഘടകം. ഇപ്പം ചേട്ടന് ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ അസ്ഥിയിൽ സന്ധിയിലുള്ള നീർക്കെട്ട്, അത് കാൽമുട്ട്, കൈമുട്ട്, അതുപോലെ കശേരുക്കളിൽ, അതുപോലെ തന്നെ പിടലി, നട്ടല്, ഈ ഭാഗത്തുള്ള നീർക്കെട്ടിനെ തിരുമ്മുകയും മർമ്മക്കിഴിയിലൂടെ ആ നീരിനെയൊക്കെ വലിച്ചെടുത്ത് കളയുക എന്നുള്ളതാണ്. അതെ അതെ. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മളിപ്പോൾ 7 ദിവസം കണ്ടിന്യൂട്ടി ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നാളൊന്നും ഒരു 2-3 വർഷത്തേക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ജീവിതചര്യയാണ് നമ്മുടെ രോഗത്തെ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രോഗത്തെ ഉണ്ടാക്കുന്നത്. എന്തായാലും നമ്മുടെ ശരീരത്തിൽ വാതപിത്ത ശ്ലേഷ്മക്കൂറുള്ളത് കൊണ്ട് എപ്പോഴെങ്കിലും ഇതേ അസുഖങ്ങൾ വീണ്ടും വരികയും ഉള്ള സാധ്യതകളുണ്ട്. അത് ഇനി മരുന്നും കഴിക്കേണ്ടി വരും. കാരണം ഇപ്പം ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇനി അങ്ങോട്ട് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള രീതിയിലാണ് മരുന്ന് കഴിക്കേണ്ടി വരും. തീർച്ചയായിട്ടും മാറ്റമുണ്ട്. അങ്ങനെ 7 ദിവസത്തെ കിഴിയിടലും പരിപാടികളെല്ലാം കഴിഞ്ഞ് ശരീരത്തിനെ ഒന്ന് അഴിച്ച് ഇളക്കി നട്ട് ബോൾട്ടൊക്കെ ലൂസാക്കി ലെവലാക്കി ഇപ്പം ടയർഡായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ബോഡി വലിയ കുഴപ്പമില്ലാതെ ഓടുമെന്നാണ് പ്രകാശ് വൈദ്യർ പറയുന്നത്. അപ്പം കുറച്ചാൾ കൊണ്ടുപോകാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു ഏജായി കഴിയുമ്പോഴത്തേനും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ അവസാനം ചില തുരുമ്പിച്ച വിജാഗിരി ഉള്ള ഡോറ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന പോലെ സൗണ്ടായി പോകും കഴുത്തിനും കാൽമുട്ടിനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് പോകാം. കാരണം ഇന്നത്തെ കാലം നമ്മളെ പണ്ട് ജീവിച്ചിരുന്ന പോലൊന്നും അല്ല. ശുദ്ധമായ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാനില്ല. എല്ലാം മായമുള്ള ഐറ്റംസുമായി കുടിക്കുന്നതായാലും വലിച്ചു കയറ്റുന്ന ശ്വാസമായാലും ഭക്ഷണമായാലും എല്ലാം വിഷമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരാരോഗ്യം, മുമ്പ് പറയുന്നത് ഭക്ഷണമാണ് മരുന്ന്, വേറെ മരുന്ന് വേണ്ട, ഭക്ഷണം തന്നെയാണ് മരുന്ന്. പക്ഷെ ഇപ്പം എല്ലാ ഭക്ഷണവും വിഷമാണ്. അതുകൊണ്ട് മരുന്ന് നമ്മൾ കരുതിയേ പറ്റൂ. അപ്പോൾ വെറുതെ ടാബ്ലറ്റുകളും ഇംഗ്ലീഷ് മെഡിസിനൊക്കെ പോകുന്നതിനേക്കാൾ നല്ലത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളോട് നോ പറഞ്ഞ്, കഴിക്കേണ്ടാത്ത ഭക്ഷണങ്ങൾ നോ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുകയും ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ സമയാസമയം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കഴിക്കാൻ കഷായം ഉണ്ട്. ഇനി കഷായം കൂടെ കഴിച്ച് ബോഡി ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. എനിക്ക് എത്രയേ പറയാനുള്ളൂ. ഹെൽത്ത് ഈസ് വെൽത്ത്.